ഒരിക്കൽ യേശു കർത്താവിൻ്റെ അമ്മ യേശു കർത്താവിൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുവിൻ. സാഹചര്യം ഇങ്ങനെയാണ്. കാനാവിലെ കല്യാണത്തിന് യേശു കർത്താവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവിനെയും ക്ഷണിച്ചിരുന്നു. മണവാളൻ ക്ഷണിച്ച അതിഥികൾക്ക് വിളമ്പി കൊടുക്കാൻ വീഞ്ഞ് പോരായി വരുമ്പോൾ യേശുവിൻ്റെ അമ്മ യേശുവിനോട് പറയുകയാണ് അവർക്ക് വീഞ്ഞ് തികയില്ല എന്ന്. യേശു കർത്താവ് തൻ്റെ അമ്മയോട് പറയുകയാണ്, സ്ത്രീയെ, എനിക്കും നിനക്കും തമ്മിൽ എന്ത്? എൻ്റെ സമയം, എൻ്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല. ആ സമയത്താണ് മറിയ യേശു കർത്താവിൻ്റെ ശിഷ്യന്മാരോട് പറയുന്നത്, അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുവിൻ. തുടർന്ന് സംഭവിച്ചത്, യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറയുകയാണ്, ശുദ്ധീകരണത്തിനായി പുറത്ത് വെച്ചിരിക്കുന്ന ആ കൽഭരണിയിൽ പച്ചവെള്ളം നിറപ്പി. അതൊരു യാദൃശ്യമായിട്ടുള്ള കാര്യമല്ല. ശുദ്ധീകരണത്തിനായിട്ട് വെക്കുന്ന ഭരണിയിൽ വെള്ളം നിറച്ചാൽ അത് യാദൃശ്യമായിട്ടുള്ള കാര്യമല്ല. എന്നാൽ അതിനുശേഷം കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറയുകയാണ്, ആ നിറച്ച വെള്ളം നിങ്ങൾ എടുത്ത് വിരുന്നുവാഴികൾക്ക് കൊണ്ടു കൊടുക്കുക. അതൊരു അസ്വാഭാവികമായ കാര്യമാണ്. കാരണം നിറച്ചത് പച്ചവെള്ളമാണ്. വിരുന്നുകാർ കാത്തിരിക്കുന്നത് വീഞ്ഞിന് വേണ്ടിയാണ്. വിരുന്നുകാർ കാത്തിരിക്കുന്നത് രുചിയുള്ള വീഞ്ഞിന് വേണ്ടിയാണ്. ശിഷ്യന്മാർ മടി കൂടാതെ അനുസരണമുള്ളവരായി ആ നിറച്ച പച്ചവെള്ളം കോരിയെടുത്തുകൊണ്ട് വിരുന്നുവാഴികൾ കൊടുത്തപ്പോൾ കൊടുത്ത പച്ചവെള്ളം വീഞ്ഞായി മാറി. അത് ഏറ്റവും രുചിയുള്ളതായി തീർന്നു എന്നാണ് തിരുവചനത്തിൽ എഴുതി വച്ചിരിക്കുന്നത്. അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ നിങ്ങളത് ചെയ്യും. പലപ്പോഴും യേശു കർത്താവ് ദൈവത്തിൻ്റെ വചനത്തിലൂടെയും ദൈവാത്മാവിലൂടെയും നമ്മളോട് സംസാരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ബുദ്ധി കൊണ്ടും നമ്മൾ യുക്തി കൊണ്ടും ചിന്തിക്കാറുണ്ട്. യുക്തി കൊണ്ടും ബുദ്ധി കൊണ്ടും ചിന്തിച്ചിട്ട് ഇതെങ്ങനെ സംഭവിക്കുമോ എന്ന് വെച്ചിട്ട് നമ്മൾ അതനുസരിക്കാതിരുന്നിട്ടുണ്ട്. എന്നാൽ ഇവിടെ യേശു കർത്താവിൻ്റെ അമ്മ ഇങ്ങനെ ഓർമ്മിപ്പിക്കുകയാണ്, അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് നിങ്ങൾ ചെയ്യുവിൻ. ദൈവത്തിൻ്റെ പ്രവൃത്തി കാണണമെങ്കിൽ, ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ കാണണമെങ്കിൽ ബുദ്ധി കൊണ്ടും യുക്തി കൊണ്ടും ദൈവത്തിൻ്റെ വചനത്തെ അളക്കാതെ, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശബ്ദത്തോട് മറുതലിച്ച് നിൽക്കാതെ, ദൈവത്തിൻ്റെ വചനത്തിനും ദൈവത്തിൻ്റെ ആത്മാവിനും പറയുന്നതനുസരിച്ച് കാൽച്ചുവടുകൾ വെക്കാൻ കഴിയുമെങ്കിൽ ഒരത്ഭുത പ്രവൃത്തി കാണുവാൻ നമുക്ക് കഴിയും. ഈ പകൽക്കാലം കർത്താവിൻ്റെ വചനം എന്ത് സംസാരിക്കുന്നു, ദൈവത്തിൻ്റെ വചനം എന്ത് ഓർമ്മിപ്പിക്കുന്നു, അതിനെ അനുസരിപ്പാൻ നമ്മളെ തന്നെ വിട്ടുകൊടുക്കാൻ ദൈവം സഹായിക്കട്ടെ. അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ നിങ്ങളത് ചെയ്യും. ഗോഡ് ബ്ലെസ് യു ഓൾ. ആമേൻ.